കടലിൽ കായം കലർത്തുന്ന രീതിയാണ് നമുക്ക് നിലവിലുള്ളത്. ഒരു നഴ്സിന് മിനിമം 100-150 രോഗികളെയാണ് ഒരു നേരം പരിചരിക്കേണ്ടി വരുന്നത്. പുരുഷന്മാരായിട്ടുള്ള നേഴ്സുമാർ ഇപ്പോൾ 14 ദിവസം വരെ തുടർച്ചയായി നമ്മുടെ വീടുകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ നിർബന്ധിതരാണ്. കേന്ദ്രത്തിൻ്റെ അവഗണന തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ശമ്പള പരിഷ്കരണ, കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട്. 100 കണക്കിന് രോഗികൾ മെഡിക്കൽ കോളേജിലുണ്ടെങ്കിൽ മിനിമം 2 നഴ്സുമാർ മാത്രമാണ് ഒരു വാർഡിൽ പണിയെടുക്കാനായിട്ടുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി മൂലം പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി നിരവധി ആവശ്യങ്ങളാണ് നഴ്സുമാർ, അതായത് നമ്മുടെ മാലാഖമാർ ഉന്നയിക്കുന്നത്. മറുനാടനോട് അവർ വിവിധ ആവശ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ്. നിങ്ങളുടെ പ്രശ്നം കൂടെ പരിഹരിക്കപ്പെടും നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും പല രീതിയിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായും പ്രത്യേകിച്ചും. ശരിക്കും അവഗണന തന്നെയാണോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും? കേന്ദ്രത്തിൻ്റെ അവഗണന തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമുക്ക് കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ ഒരു മാറ്റം ആണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 3000-ഓളം ജീവനക്കാർ ആരോഗ്യ മേഖലയിൽ മാത്രം തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. പുതിയതായിട്ട് തൊഴിലാളികൾക്ക് ജോലി ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ലെവലിലോട്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് പുതിയ പോസ്റ്റിങ്ങുകളൊന്നും നടത്താനായി സാധിക്കാത്ത രീതിയിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ആരോഗ്യ മേഖലയുണ്ടായ സമഗ്രമായ മാറ്റം കാരണം ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരായ ആളുകൾ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുന്നത്. സാധാരണ ആശുപത്രികളിലോട്ട്, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, വലിയ വികസനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പുതിയ പുതിയ യൂണിറ്റുകൾ തുടങ്ങിയിരിക്കുന്നു, പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നമുക്ക് മുൻപ് കുറച്ച് താൽക്കാലിക ജീവനക്കാരെ ഉണ്ടായിരുന്നു, NHM ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ NHMൻ്റെ ഫണ്ട് ഉൾപ്പെടെയുള്ളത് നമുക്ക് ലഭിക്കാതെ ആയപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ നിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് മുദ്രാവാക്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് യാതൊരു തർക്കവും ഇല്ല. ഇപ്പോൾ 100 കണക്കിന് രോഗികൾ മെഡിക്കൽ കോളേജിലുണ്ടെങ്കിൽ മിനിമം 2 നഴ്സുമാർ മാത്രമാണ് ഒരു വാർഡിൽ പണിയെടുക്കാനായിട്ടുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. അവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നമുക്ക് കൊടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ മേഖലയിലേക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അത് സംസ്ഥാന സർക്കാർ എടുക്കേണ്ട തീരുമാനമല്ലേ? അത് സംസ്ഥാന സർക്കാർ തീർച്ചയായും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോസ്റ്റിംഗ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത നിലവിൽ കേരളത്തിലുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നിലവിൽ ഈ നമ്മുടെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഒരിക്കലും വെട്ടിക്കുറയ്ക്കുന്നില്ല. പക്ഷേ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തലത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായി അത് മാറ്റിവെക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട വിഹിതം, കേന്ദ്ര വിഹിതം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വികസിതമായ രോഗരാജ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മിനിമം ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ്, തുടർന്ന് അതോടൊപ്പം തന്നെ നേഴ്സ് പ്രാക്ടീഷണർ സംവിധാനങ്ങളെല്ലാം ആ രാജ്യങ്ങളിലുണ്ട്. നമ്മളെ ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ നിന്നും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നേഴ്സസാണ് മറ്റ് രാജ്യങ്ങളിൽ, UK ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ നേഴ്സ് പ്രാക്ടീഷണറായിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും പോകുന്ന നേഴ്സസാണ്. BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ മേഖലയിൽ തന്നെയുണ്ട്. MSc നഴ്സിംഗ് കഴിഞ്ഞ, റിസർച്ച് കഴിഞ്ഞ ആളുകളുണ്ട്. അവരെയെല്ലാം പെരിഫറികളിൽ ഉൾപ്പെടെയുള്ള, അതായത് ഏറ്റവും താഴെ തട്ടിലേട്ട് നമ്മുടെ സാധാരണക്കാർക്ക് പിന്നെ നല്ലൊരു നഴ്സിംഗ് കെയർ കൊടുക്കുന്ന രീതിയിലോട്ട് നേഴ്സ് പ്രാക്ടീഷണർ സംവിധാനം നമ്മൾ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു രോഗി ചികിത്സ തേടാനായി ശ്രമിക്കുമ്പോൾ ചിലവാകുന്ന ചിലവ് നമുക്ക് സ്വാഭാവികമായും നേഴ്സ് പ്രാക്ടീഷണർ സംവിധാനത്തിലൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും
ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾ തൊട്ട് ഉള്ളവരുണ്ട്. എല്ലാവരെയും ബ്രിഡ്ജ് കോഴ്സിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് BSc നഴ്സിംഗ് മിനിമം ക്വാളിഫിക്കേഷൻ ആക്കണമെന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഏകദേശം 8 മുതൽ 14 മണിക്കൂർ വരെ നിരന്തരമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം മിനിമം വേതനം 20,000 22,000 രൂപയ്ക്കപ്പുറം ഒരിടവും കിട്ടുന്നില്ല. അപ്പോൾ ഏകീകരിക്കുക, തൊഴിൽ സംവിധാനം എന്നൊരു തൊഴിൽ മിനിമം വേതനം എന്ന് പറയുന്നത് ഏകീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത് സ്വകാര്യ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സർക്കാർ ആശുപത്രികൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും പലതരത്തിലുള്ള വേതനങ്ങളാണ്, സേവന വേതന വ്യവസ്ഥകൾ പലതരത്തിലുള്ളതാണ്. അപ്പോൾ സ്ഥിരം ജീവനക്കാർ ചെയ്യില്ല എന്ന് പറയുന്ന പല ജോലികളും സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ നിരന്തരമായി അടിച്ചേൽപ്പിച്ച് നമ്മുടേതല്ലാത്ത ജോലികൾ, നഴ്സുമാരുടേതല്ലാത്ത ജോലികൾ പോലും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണുള്ളത്. അപ്പോൾ സ്വകാര്യ മേഖലയിലെയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ, താൽക്കാലിക ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കണം എന്നുള്ളതാണ് KGNA മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നഴ്സുമാരുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് വിഭാഗത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില അവകാശങ്ങൾ, ചില ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് സർക്കാരിൽ നിന്നും. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയാകെ പൊതുവായ ആവശ്യങ്ങളുണ്ട്. ക്ഷാമബത്ത ഉൾപ്പെടെ ശമ്പള പരിഷ്കരണ, കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിവാശി മൂലം നടപ്പാക്കാതിരിക്കാത്ത ഒരു സാഹചര്യമാണിപ്പോൾ ഉള്ളത്. പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നഴ്സുമാരുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് മേഖലയിലെ നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ, അതിൻ്റെ തസ്തിക പുനഃക്രമീകരണം നടപ്പിലാക്കിക്കൊണ്ട് അത് നടപ്പാക്കണമെന്നുള്ള ഞങ്ങളുടെ ഡിമാൻഡ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. എല്ലാ ആശുപത്രികളിലും 8 മണിക്കൂർ ജോലി നടപ്പാക്കണം. ഇപ്പോൾ താലൂക്ക് ആശുപത്രി വരെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് 8 മണിക്കൂർ ജോലി നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് താഴേക്കുള്ള കിടത്തി ചികിത്സയുള്ള മുഴുവൻ ആശുപത്രികളിലും 8 മണിക്കൂർ ജോലി നടപ്പിലാക്കണമെന്നുള്ളൊരു ഡിമാൻഡ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താൽക്കാലിക നഴ്സുമാരുടെ ധാരാളം കരാർ അടിസ്ഥാനത്തിലും വിവിധ പദ്ധതികളുടെ കീഴിലും ആശുപത്രി വികസന സമിതികളുടെ കീഴിലൊക്കെ ആയിട്ട് ധാരാളം നഴ്സുമാർ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെ ചുരുങ്ങിയ തുച്ഛമായിട്ടുള്ള ശമ്പളമാവും ആനുകൂല്യങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം ജീവനക്കാരുടെ തുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ള വിഭാഗം ജീവനക്കാരാണ് അവരെല്ലാം. അവർക്ക് ആ ആനുകൂല്യം നൽകണമെന്നുള്ള ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നഴ്സുമാർക്ക് ഉപരിപഠനത്തിന് ആവശ്യമായിട്ട് നാളിതുവരെയുള്ളൊരു ഡെപ്യൂട്ടേഷൻ ആനുകൂല്യമുണ്ടായിരുന്നു. ആ ആനുകൂല്യം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നിർത്തലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുനഃസ്ഥാപിക്കണമെന്നുള്ളൊരു ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ശബരിമല ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെടുന്ന പുരുഷന്മാരായിട്ടുള്ള നഴ്സുമാർ ഇപ്പോൾ 14 ദിവസം വരെ തുടർച്ചയായി നമ്മുടെ വീടുകളിൽ നിന്ന് നിന്നുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ നിർബന്ധിതരാണ്. അത് 7 ദിവസമാക്കി കുറയ്ക്കണം. മറ്റു ജീവനക്കാർക്ക്, ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് നൽകുന്ന വിധത്തിൽ 7 ദിവസമാക്കി കുറയ്ക്കണമെന്നുള്ളൊരു ഡിമാൻഡ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നഴ്സുമാരുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ, അതോടൊപ്പം ജീവനക്കാരെന്ന നിലയിൽ പൊതുവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ കാലത്തും അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് നഴ്സിംഗ് മേഖലയോട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അവസരത്തിലും അത്തരത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് തുടരുന്ന നിഷേധാത്മകമായിട്ടുള്ള സമീപനം നമ്മുടെ സംസ്ഥാനത്തെ ആകെ സാമ്പത്തികമായി അവഗണിക്കുന്ന തരത്തിൽ, സാമ്പത്തികമായി തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ആ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ, 62,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം ഈ ഗവൺമെൻറ്റിന് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആ വിഹിതം, സാമ്പത്തിക വിഹിതം അനുവദിച്ചുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടണം എന്നുള്ളത് കൂടി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നാളിതുവരെയുള്ള ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായി പല രീതിയിലുള്ള സാമ്പത്തിക വെട്ടിക്കുറവാണ് നാളിതുവരെ നടത്തിയിട്ടുള്ളത്. ആ വെട്ടിക്കുറവ് എല്ലാം തന്നെ കേരള സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന സ്ഥിരവും താൽക്കാലികവുമായിട്ടുള്ള നഴ്സുമാരുടെ ജീവിതത്തിലും അവരുടെ ശമ്പള ആനുകൂല്യങ്ങളിലും ബാധിച്ചു കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. രോഗി നഴ്സ് അനുപാതം തന്നെ ക്രമീകരിക്കുമ്പോൾ നഴ്സുമാരുടെ വർദ്ധിച്ച ഒരു എണ്ണം തന്നെ കേരള സർക്കാർ
ആരോഗ്യ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. നാല് രോഗികൾക്ക് ഒരു നേഴ്സ് എന്നതാണ് നിലവിലെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു അനുപാതം. ഇന്ന് വരെയും ഇന്ത്യ ഗവൺമെൻറ്റിനോ കേരള സർക്കാരിനോ അത്തരത്തിലുള്ള ഒരു അനുപാതം ഇന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നേഴ്സിന് ഒരു മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലോ ഉള്ള ഒരു നേഴ്സിന് ഇന്ന് ഒരു നേഴ്സിന് മിനിമം 100-150 രോഗികളെയാണ് ഒരു നേരം പരിചരിക്കേണ്ടി വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് കിട്ടുന്ന ഒരു പരിചരണത്തെ കൂടി അത് ബാധിക്കും എന്നുള്ളത് ഈ ഒരു പൊതുസമൂഹത്തിനോട് ഞങ്ങൾക്ക് പറയുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഴുവനായി കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള 2 സർക്കാരിൻ്റെ കാലഘട്ടത്തും ആരോഗ്യ മേഖലയിൽ 2000-ൽ കൂടുതൽ തന്നെ നഴ്സുമാരെ എടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കടലിൽ കായം കലർത്തുന്ന രീതിയാണ് നമുക്ക് നിലവിലുള്ളത്. കാരണം അത്രയേറെ മാൻ പവർ, നഴ്സുമാരുടെ പവർ ഈ ഒരു മേഖലയിൽ അത്യാവശ്യമായിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ന്യായമായിട്ട് കിട്ടാനുള്ള ക്ഷാമബത്ത കുടിശ്ശിക ഇതുവരെയും കിട്ടിയിട്ടില്ല. ക്ഷാമബത്ത കുടിശ്ശിക കിട്ടാത്തതിന് തന്നെ കേരള സർക്കാരിൻ്റെ ഖജനാവിൽ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതമായി കിട്ടുന്ന സമ്പത്ത് എത്താത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ക്ഷാമബത്തയുടെ കുടിശ്ശിക ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേൾക്കേണ്ട കേന്ദ്ര സർക്കാരും കൂടി കേൾക്കണം എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങളുടെ ഈ സമരത്തിലോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഒരു കേരള സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ലൊരു പ്രായം സർക്കാരിനെ സേവിക്കുകയും തുടർന്ന് വയസ്സാകുമ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ പദ്ധതി UDF സർക്കാരിൻ്റെ കാലത്ത് ആണ് പെൻഷൻ പദ്ധതി കേരളത്തിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും അബോളിഷ് ചെയ്ത് കഴിഞ്ഞത്. ആ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പെൻഷൻ പദ്ധതി വീണ്ടും കൊണ്ടുവരുന്നതിന് ഏറ്റവും ആത്യന്തികമായി പറയാനുള്ളത് PFRDA ബിൽ അത് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ അടിസ്ഥാനപരമായിട്ടുള്ള ആ PFRDA ബിൽ മാറ്റിയാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടുള്ള പെൻഷൻ സമ്പ്രദായം വന്നിട്ടുള്ളൂ. ജീവനക്കാരുടെ ഒരുപാട് പ്രതിഷേധങ്ങളുടെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും ഈ ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാറ്റുകയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അവിടെയെല്ലാം ഒരു അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ വിരമിച്ച ജീവനക്കാർക്ക് യാതൊരുവിധ പെൻഷനും കിട്ടാത്തൊരു സാഹചര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ആത്യന്തികമായി PFRDA നിയമം പിൻവലിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യങ്ങളിലൂടെ നിങ്ങളോടും ഒപ്പം ഈ ഭരണകർത്താക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നത്.